ഇവിടെ നമുക്ക് ഒരു ട്രാം, അതായത് ഒരു വെഹിക്കിള് 2 പേഴ്സൺസിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം തന്നിട്ടുണ്ട്. അത് സെക്കൻഡിലാണ്. അതുപോലെ സ്പീഡ് നമുക്ക് km/h ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ട്രാമിന്റെ ലെങ്ത് ആണ്. സോ നമുക്കിവിടെ ട്രാമിന്റെ സ്പീഡ് എന്നുള്ളത് a ആയിട്ട് എടുക്കാം. പേഴ്സന്റെ സ്പീഡ് തന്ന സ്ഥിതിക്ക് നമുക്ക് അവിടെ റിലേറ്റീവ് സ്പീഡ് എടുക്കാം. വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് പേഴ്സൺ എടുക്കുമ്പോൾ നമുക്ക് റിലേറ്റീവ് സ്പീഡ് a-3 km/h എന്ന് കിട്ടും. അതുപോലെ സെക്കൻഡ് പേഴ്സണുമായിട്ട് വരുന്നത് a-4 km/h. നമ്മളിവിടെ റിലേറ്റീവ് സ്പീഡ് എടുക്കുമ്പോൾ സബ്ട്രാക്ഷൻ എടുത്തത് ട്രാമും പേഴ്സണും ഒരേ ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ a-3 a-4 km/h എന്ന് റിലേറ്റീവ് സ്പീഡ് കിട്ടും. അപ്പോൾ ഒരു ട്രാം, അതായത് ഒരു വെഹിക്കിള് നമ്മളൊരു പേഴ്സണെ ക്രോസ് ചെയ്യാൻ എടുക്കുമ്പം അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ വെഹിക്കിളിന്റെ ലെങ്ത് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ഈ പേഴ്സണെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം നമുക്ക് തന്നിട്ടുണ്ട്, റിലേറ്റീവ് സ്പീഡും അറിയാം. സോ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ട്രാമിന്റെ ലെങ്ത് ആയിരിക്കും. സോ നമുക്ക് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം യൂസ് ചെയ്യാം. ഇവിടെ സ്പീഡ് ഫസ്റ്റ് പേഴ്സണെ കമ്പയർ ചെയ്ത് നോക്കുമ്പം a-3 ആണ്. ദാറ്റ് ഇൻറ്റു തന്നിരിക്കുന്നത് ടൈം സെക്കൻഡിലാണ്, വിച്ച് ഇസ് 8 സെക്കൻഡ്. ഇത് യൂസ് ചെയ്താൽ കിട്ടുന്ന സെയിം ലെങ്ത് ആണ് നമുക്ക് സെക്കൻഡ് പേഴ്സണെ കമ്പയർ ചെയ്യുമ്പോൾ. അതായത് സെക്കൻഡ് പേഴ്സന്റെ കേസിൽ റിലേറ്റീവ് സ്പീഡ് a-4 ആണ്, ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം 9 ആണ്. സോ നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് 8a - 3 × 8 = 9a - 4 × a is equal to 36 - 24 which is equal to 12 km/h എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ട്രാമിന്റെ സ്പീഡ്. പക്ഷെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് ആണ്. സോ നമുക്കിവിടെ 12 - 3, ഇത് നമുക്ക് സ്പീഡ് ഇപ്പം ഇരിക്കുന്നത് km/h. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈം സെക്കൻഡിലാണ്. സോ ഇത് നമുക്ക് m/s മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇൻറ്റു 8. 5 × 4 which is equal to 20 meter. So option C is the correct answer.